എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ EXന്റെ മാനുവൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചാപ്റ്റർ 4 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിലെ പാർട്ട് 4 ആണ്, അഥവാ പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഇതിന്റെ രണ്ടിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമുക്കിന്ന് പേഴ്സണൽ അക്കൗണ്ട് പറയാനുള്ളത്. പേഴ്സണൽ അക്കൗണ്ടിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നത് ഓൾ പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെയാണ് ലയബിലിറ്റീസ്. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോ നമുക്ക് നോക്കാം, പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കാരണം എന്താണ്? ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും അത് പേഴ്സണൽ അക്കൗണ്ടാണ്. മാത്രമല്ല ലയബിലിറ്റിയാണ്. ക്യാപിറ്റൽ കൊണ്ടുവന്ന ആള് അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നു, അതും പേഴ്സണൽ അക്കൗണ്ടാണ്. ക്രെഡിറ്റേഴ്സ്, ആർക്കാണോ നമ്മൾ പണം കൊടുക്കാനുള്ളത്, അവര് വ്യക്തികളോ സ്ഥാപനങ്ങളോ ആയിരിക്കും, അതുകൊണ്ട് അവരും പേഴ്സണൽ അക്കൗണ്ടാണ്. ഡെപ്റ്റേഴ്സ്, ഇങ്ങോട്ട് പണം തരാനുള്ളവര് പേഴ്സണൽ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഓൾ പേഴ്സൺസ്, എല്ലാ വ്യക്തികളും, വ്യക്തികളുടെ പേരുകളൊക്കെ തന്നു കഴിഞ്ഞാലൊക്കെ പേഴ്സണൽ അക്കൗണ്ടാണ്. അതുപോലെ തന്നെയാണ് ബാങ്ക്, അതൊക്കെ പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോ ഇത്രയും നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് പ്രധാനമായിട്ട് ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ റൂൾസ്, അതുപോലെ തന്നെ അതിനെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിന്റെ എക്സാമ്പിൾ സഹിതം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് പേഴ്സണൽ അക്കൗണ്ട് നിയമപ്രകാരം പേഴ്സണൽ അക്കൗണ്ട് റൂൾസ് എന്ന് പറയുന്നത് ഇതാണ്: ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ. ഡെബിറ്റ് ചെയ്യേണ്ടത്, പേഴ്സണൽ അക്കൗണ്ടിന്റെ നിയമപ്രകാരം ഡെബിറ്റ് ചെയ്യേണ്ടത് റിസീവർ, ആരാണോ സ്വീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓൾ പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. അപ്പോ ആരാണോ സ്വീകരിക്കുന്നത് വെച്ചാൽ ആരെ കയ്യിലേക്കാണോ കിട്ടുന്നത് അയാളെ ഡെബിറ്റ് ചെയ്യാം. ആരാണോ നൽകുന്നത് അവരെ ക്രെഡിറ്റ് ചെയ്യാം. എന്ന് വെച്ചപ്പോ നമ്മളാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മളാണ് കൊടുക്കുന്നത്, നമ്മളെ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാന്നുള്ളതല്ല. മറ്റുള്ളവര്, അതായത് നമുക്ക് പുറമേ ഉള്ള ആളുകള്, നമ്മൾ ആരുമായിട്ടാണോ ഇടപാട് നടത്തുന്നത് അവര് റിസീവർ ആണോ ഗിവർ ആണോ, ഇതാണ് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അയാൾ ആരാണ്? റിസീവർ ആണോ ഗിവർ ആണോ? അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ സെയിൽ ചെയ്യാണ്, അപ്പൊ അവരാരാണ്? റിസീവർ ആണോ ഗിവർ ആണോ? അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ നമ്മൾ പണം വാങ്ങുകയാണ് അല്ലെങ്കിൽ പണം കൊടുക്കുകയാണ്, അപ്പോൾ അവരാരാണ്? റിസീവർ ആണോ ഗിവർ ആണോ? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുന്നൂടി. റിസീവർ സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ്, ഗിവർ നൽകുന്ന ആളെ ക്രെഡിറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജു. രാജു എന്ന് പറയുന്ന വ്യക്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുകയാണ്. അപ്പൊ നമ്മളാണ് ബിസിനസ്, നമ്മളാണ് വാങ്ങിക്കുന്നത്. അപ്പൊ രാജുവിന്റെ കയ്യിൽ നമ്മൾ വാങ്ങിക്കുമ്പോ രാജു എന്ന് പറയുന്ന വ്യക്തി അവിടെ ആരാണ്? ഗിവർ ആണോ റിസീവർ ആണോ നോക്കുക. ആരായിരിക്കും? ഗിവർ ആണ്, അവര് നൽകുന്ന ആളാണ്. അപ്പോ നൽകുന്ന ആളായതുകൊണ്ട് ഗിവർ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ രാജുവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ ഗുഡ്സ് നമ്മൾ എന്തായാലും ചേർക്കും. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, നോമിനൽ അക്കൗണ്ട് പഠിച്ചപ്പോ ഗുഡ്സ് നമ്മൾ വിട്ട് കളയണം എന്നുള്ളത്. പിന്നെ അവിടെ ഉള്ളത് പർച്ചേസ് ആണ്. പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. പർച്ചേസ് എക്സ്പെൻസ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. പർച്ചേസ് ഡെബിറ്റ്, ക്രെഡിറ്റ് രാജു. ഇനി അടുത്തതായിട്ട് നമ്മൾ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ടിക്ടോക്ക് തന്നിട്ടുണ്ട്. ടിക്ടോക്കിന്റെ കയ്യിൽ നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നു. ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു അസെറ്റ് ആണ്. അസെറ്റ് ആകുമ്പോൾ വരികയാണോ പോവുകയാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഫർണിച്ചർ വരികയാണ്, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് വരാം ടിക്ടോക്ക്. ടിക്ടോക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു കമ്പനിയാണ്. അപ്പൊ അവര് ഗിവർ ആണ്, അവരെ കയ്യിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഗിവർ ആണ്, ഗിവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അതും നമ്മൾ ചെയ്തു തരുന്നു. ഇപ്പൊ ഗിവർ ആണോ റിസീവർ ആണോ നോക്കിയിട്ട് മാത്രമേ ഇവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു റഹ്മാൻ. റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഗുഡ്സ് വിൽക്കുകയാണ്. അപ്പൊ റഹ്മാൻ ആരാണ്? റിസീവർ ആണോ ഗിവർ ആണോ? റിസീവർ ആണ്. അപ്പൊ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിനെ നമ്മൾ റിസീവർ ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അവിടെ നമുക്ക് നോക്കാനുള്ളത് ഗുഡ്സ് വേണ്ട, പിന്നെ സോൾഡ് ആണ്. സോൾഡ് പറയുമ്പോൾ സെയിൽസ് ആണ്. സെയിൽസ് ഇൻകം ആണ്. ഇൻകം എന്ന് പറയുമ്പോൾ നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് നിയമപ്രകാരം ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു.
നെക്സ്റ്റ് നമുക്ക് സോൾഡ് ഫർണിച്ചർ ടു കെ കെ ട്രേഡേഴ്സ്. കെ കെ ട്രേഡേഴ്സിന് നമ്മൾ ഫർണിച്ചർ സെയിൽ ചെയ്യണം. നോക്കണം, ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ആണ്. അസറ്റ് പോകുമ്പോ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം, ഫർണിച്ചർ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അവിടെ ഉള്ളത് കെ കെ ട്രേഡേഴ്സ് ആണ്. കെ കെ ട്രേഡേഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. അപ്പോ റിസീവർ ആണ് അവിടെ. അപ്പൊ അവർ സ്വീകരിക്കായതുകൊണ്ട്, റിസീവർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതും കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ക്യാഷ് പെയ്ഡ്. നമ്മൾ ക്യാഷ് പെയ്ഡ് ചെയ്യുന്നത്, ക്യാഷ് ആർക്കാണ് പെയ്ഡ് ചെയ്യുന്നത്? ടു രാജു. രാജുവിനാണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത് എഴുതാം. നേരത്തെ നമ്മൾ രാജുവിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു. രാജുവിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ രാജു ഗിവർ ആയിരുന്നു. ഇന്ന് രാജുവിന് അതിന്റെ ക്യാഷ് നമ്മൾ പെയ്ഡ് ചെയ്യണം. അതായത് ഇവിടെ എവിടെയും പറഞ്ഞതിൽ എവിടെയും ക്യാഷ് ടച്ച് ചെയ്തിട്ടില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജു, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ടിപ് ടോപ്പ്, സോൾഡ് ഗുഡ്സ് ടു റഹ്മാൻ, സോൾഡ് ഫർണിച്ചർ ടു കെ കെ ട്രേഡേഴ്സ്. ഇതിൽ എവിടെയും ക്യാഷ് വരുന്നില്ല. അപ്പൊ ക്യാഷ് ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. ക്യാഷ് ഇല്ലാത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അത്തരം ട്രാൻസാക്ഷനുകളൊക്കെ അപ്പൊ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ കടത്തിന്റെ ഇടപാടുകളാണ്. അപ്പൊ ഇവർക്കൊക്കെ നമ്മളാണ് ക്യാഷ് കൊടുക്കാനും ഇങ്ങോട്ട് ക്യാഷ് കിട്ടാനാണ്. എന്ന് വെച്ചാൽ രാജുവിന് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനാണ്. കാരണം പർച്ചേസ് ചെയ്ത കടത്തിനാണ്. അപ്പൊ ക്യാഷിനായിട്ട് കൊടുക്കാനാണ്. അപ്പൊ രാജു നമ്മുടെ സെൻട്രി ക്രെഡിറ്റർ ആണ്, ഇവരും സെൻട്രി ക്രെഡിറ്റർ ആണ്. അതിനുശേഷം വരുന്ന റഹ്മാൻ ഗുഡ്സ് നമ്മൾ കടത്തിന് വിറ്റ് തരുന്നു, അവരേക്ക് ക്യാഷ് കിട്ടാനാണ്, അവർ നമ്മുടെ ഡെപ്റ്റർ ആണ്. അപ്പോ ഇവിടെ ക്യാഷ് പെയ്ഡ് ടു രാജു, രാജുവിന് കൊടുക്കാനുള്ള ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോ രാജു സ്വീകരിക്കാന് രാജുവിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ ക്രെഡിറ്റ് വരിക ക്യാഷ് ആണ്. ക്യാഷ് ആണ് പോണത്, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. രാജു റിസീവർ ആണ്. ഇവിടെ രാജു ഗിവർ ആയിരുന്നു, എന്നാൽ ഇന്ന് രാജുവിടെ റിസീവർ ആയി മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാഷ് റിസീവർ ഫ്രം റഹ്മാൻ. നമ്മൾ ഗുഡ്സ് നമ്മൾ കടത്തിന് വിറ്റ് ചെയ്യുന്നു, റഹ്മാൻ വിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുകയാണ്. അപ്പൊ ക്യാഷ് കിട്ടുമ്പോ റഹ്മാൻ അവിടെ ആരാണ്? ഗിവർ ആണ്. അവര് നമുക്ക് തരികയാണല്ലോ. റഹ്മാൻ ഗിവർ ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, റഹ്മാൻ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ഡെബിറ്റ് വരാൻ ക്യാഷ് ആണ്. കാരണം ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ്. ക്യാഷ് എപ്പോഴും വരികയാണോ പോവാണോ എന്ന് മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ റിസീവ്ഡ് ബൈ ക്യാഷ്. നമുക്ക് ക്യാപിറ്റൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ, ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾ എന്തായാലും ഗിവർ ആണ്. അപ്പൊ ക്യാപിറ്റലിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്. അപ്പോ ഡെബിറ്റ് വരുന്നത് ക്യാഷ് ആണ്. എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് എന്തായാലും അസറ്റ് ആയിരിക്കും. ആ അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് ആണ് അവിടെ. ഇനി വല്ല ഫർണിച്ചറോ ബിൽഡിംഗ് ഒക്കെയാണ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ക്യാപിറ്റൽ എപ്പോഴും നമുക്ക് ക്രെഡിറ്റ് ആണ്, കാരണം ഗിവർ ആണ്, വ്യക്തികളാണ്. ഇനി അടുത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക്. നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്ന് കുറച്ച് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഒരു സ്ഥാപനമാണ്. ഗിവർ ആണോ റിസീവർ ആണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാങ്ക് സ്വീകരിക്കാനാണ്, റിസീവർ ആണ്. ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് നമ്മൾ അതിൽ പോവാണ്. ഇനി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് അവിടെ ഗിവർ ആണ്. ബാങ്ക് നമുക്ക് തരികയാണ്, ഗിവർ ആണ്. ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നു. അപ്പോ ഡെബിറ്റ് വരുന്നത് ക്യാഷ് ആണ്. ക്യാഷ് ആണ് ഇവിടെ വരുന്നത്. നേരെ ഓപ്പോസിറ്റ്, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വിഡ്രോ ചെയ്യുമ്പോൾ വരിക. ഇനി അതേസമയം ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസ് നമ്മൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആള് അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിനാണ് പേഴ്സണൽ യൂസ്, ഡൊമസ്റ്റിക് യൂസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഡ്രോയിങ്സ് ആണ് വരിക. അപ്പോ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ വിഡ്രോ ചെയ്യുന്ന ആള് റിസീവർ ആണ്. അപ്പൊ ആ അക്കൗണ്ട് റിസീവർ ആയതുകൊണ്ട് ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് ക്യാപിറ്റൽ വിഡ്രോ ആണ് അർത്ഥം. അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, നമുക്ക് ബിസിനസ്സിലേക്ക് കിട്ടുകയല്ല ചെയ്യുന്നത്. അപ്പോ ക്രെഡിറ്റ് ക്യാഷ് ആണ് വരിക. ഇനി ബാങ്കിൽ നിന്നാണ് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. ഇനി നോക്കാം ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ്. വീണ്ടും നമ്മുടെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി മറ്റൊരു ചോദ്യം വരും. ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസും പേഴ്സണൽ യൂസും രണ്ടാണ്. ഓഫീസ് യൂസിന് വേണ്ടി വിഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിന്റെ കാര്യമല്ല. അതായത് ഒരു കമ്പനി, നമ്മുടെ കമ്പനിയാണ് ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്, ഒഫീഷ്യൽ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഓഫീസിന്റെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കമ്പനിക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുകയാണ്. വിഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ബാങ്കിൽ നിന്നാണ്. ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും.
അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പേഴ്സണൽ അക്കൗണ്ടിൽ പറയാനുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ. ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനം തന്നിട്ടുണ്ടെങ്കിൽ അവര് ഗിവർ ആണോ റിസീവർ ആണോ നോക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യാം, ഗിവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ മോദിക്ക് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മള് റിയൽ അക്കൗണ്ടിന്റെ നിയമം എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് അസറ്റുകൾ കണ്ടാൽ വരികയെന്നോ പോവുകയാണെന്നോ മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ട് നിയമപ്രകാരം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ്, ഇൻകങ്ങളൊക്കെ ക്രെഡിറ്റ്. പിന്നെ പറഞ്ഞത് നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് നിയമപ്രകാരം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനമോ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ എന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ലൈബിലിറ്റീസ് കണ്ടാൽ ഓൾറെഡി ക്രെഡിറ്റ് ആണ്. ലൈബിലിറ്റി എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വട്ടത് ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോ ഈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് ചാപ്റ്റർ 4 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ചാപ്റ്റർ 4 തന്നെ നമുക്ക് വർക്കുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കുറെ വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് കാണിക്കാതെ നമ്മുടെ ആ പ്രാക്ടീസ് ബുക്കിലുള്ള, അതായത് പ്രാക്ടീസ് ബുക്കിന്റെ ബേസിക് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യുന്ന ബുക്കിലുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ചെയ്ത് കാണിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ചാപ്റ്റർ 4 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്റർ 5 നമുക്ക് ഉടനടി തുടങ്ങണം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും പ്രാക്ടീസ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.